തച്ചനാട്ടുകര പഞ്ചായത്തിലെ ശ്രദ്ധാകേന്ദ്രമായ 16-ാം വാർഡ് കാവുവട്ടം ത്രികോണ മത്സരച്ചൂടിലാണ്. ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ സി രാമകൃഷ്ണനാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വനിതാ വാർഡായിരുന്നിട്ടും മികച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. പരമ്പരാഗത പ്രചാരണ രീതികളിൽ നിന്നു മാറി കൃത്യമായ ആസൂത്രണത്തോടെയാണ് സി രാമകൃഷ്ണൻ വോട്ട് ചോദിക്കുന്നത്. മറ്റു സ്ഥാനാർത്ഥികൾ അവധി ദിവസങ്ങളെ ആശ്രയിച്ചപ്പോൾ രാമകൃഷ്ണനും കൂട്ടരും രാവിലെയും വൈകിട്ടും കൃത്യമായി വീടുകൾ കയറി വോട്ടർമാരുമായി സംവദിച്ചു. പ്രചാരണത്തിൽ അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളിലാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഓരോ വീട്ടിലും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് വിശദീകരിച്ച് വികസന സന്ദേശവുമായാണ് സ്ഥാനാർത്ഥി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത്. യുവജനങ്ങൾ അടക്കമുള്ള പ്രവർത്തകരുടെ വലിയൊരു നിര രാമകൃഷ്ണനൊപ്പം പ്രചാരണ രംഗത്തുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് കാവുവട്ടത്ത് നടക്കുന്നത്. സി രാമകൃഷ്ണൻ തന്റെ സംഘടനാ ശേഷിയും കേന്ദ്ര പദ്ധതികളുടെ സ്വാധീനവും ഉപയോഗിച്ച് വാർഡിൽ വിജയം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ബി.ജെ.പിയുടെ പ്രചരണം ആദ്യം മുതലേ വളരെ നല്ല രീതിയിലുള്ള പ്രചരണമാണ്. ഇപ്പോൾ ഒരു 4-ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണമാണ് ബി.ജെ.പി. കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയസാധ്യത വാർഡുകൾ അതെല്ലാം വളരെ കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഒരു 4 വാർഡുകൾ വിജയിച്ച് കടക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയിലുള്ള നിഗമനം. അത് വളരെ നല്ല രീതിയിൽ അതിനുള്ള പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. പ്രാവശ്യം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വാർഡിൽ 22 പേരെ അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മറ്റ് സഹപ്രവർത്തകരും കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ പിന്മാറ്റത്തെ ഇതുവരേക്കും പാർട്ടിക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനൊപ്പം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വരയ്ക്കും ഒരു പ്രവർത്തകരും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത പോലും ഇവിടെ പ്രചരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയില്ല. വാർഡിൽ സി രാമകൃഷ്ണനെ കൂടാതെ UDF-ലെ VD മണികണ്ഠൻ മാസ്റ്ററും LDF-ലെ രതീഷ് പൊത്തിരത്തുമാണ് ജനവിധി തേടുന്നത്. CCN ചത്തല്ലൂർ.